പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങളായി. തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രതികരണം ഫലം പുറത്തു വന്ന ആ നിമിഷത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരുമായി അന്ന് പങ്കുവച്ചതാണ്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ചില ബാക്കി പത്രങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുള്ള പല പ്രശസ്ത വ്യക്തികളും പിന്തുണ അറിയിക്കുകയുണ്ടായി. എന്നാൽ തൊട്ടടുത്ത നിമിഷം മുതൽ അങ്ങനെ പിന്തുണച്ചവരെയെല്ലാം ഹീനമായി വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്തുണയ്ക്കുന്നവരെ അശ്ലീലം പറയുക, അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, തെറിയഭിഷേകം നടത്തുക, ഇതൊക്കെയാണ് നവമാധ്യമങ്ങളിൽ അരങ്ങു തകർത്തത്. കേരളം ഏറെ ആദരവോടെ കാണുന്ന പ്രമുഖ നാടക കലാകാരിയാണ് നിലമ്പൂർ ഐഷ. നിലമ്പൂർ ഐഷയ്ക്ക് വയസ്സ് 90 പ്രിയപ്പെട്ട ഐഷാത്തയെ ഇടതുപക്ഷത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ എത്രമാത്രം ഹീനമായാണ് വേട്ടയാടിയത്. അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തുന്നു, തെറി വിളിക്കുന്നു, ഭീഷണി ഉയർത്തുന്നു. 90 വയസ്സിലും ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ നാടാകെ ആദരിക്കുന്ന ഒരു വനിതയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് നാം കാണണം. ശ്രീമതി KR മീര ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത എഴുത്തുകാരിയാണ്. എത്ര ഹീനമായാണ് അവർ അവഹേളിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത്. അവർക്ക് തന്നെ ഇപ്പോൾ നിലപാട് വീണ്ടും ആവർത്തിക്കേണ്ടതായി വന്നു. ഹരിത സാവിത്രി കേരളത്തിലേറെ വായിക്കപ്പെടുന്ന ഒരു നോവലിസ്റ്റാണിപ്പോൾ. ഇതേ അനുഭവം അവർക്കുമുണ്ടായി. സ്ത്രീകളാണ് എന്നതുകൊണ്ട് ആക്രമണത്തിൻ്റെ ശക്തിയും വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് നാം കാണണം. മറ്റ് എല്ലാ പുരോഗമന നിലപാട് സ്വീകരിച്ച എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായവർക്കെല്ലാം ഈ അനുഭവം തന്നെയാണ് നേരിടേണ്ടി വന്നത്. ഇവരാരെങ്കിലും ഈ അധിക്ഷേപങ്ങളും തെറിവിളികളും കേട്ടാൽ ഭയപ്പെട്ടു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. നിലമ്പൂർ ഐഷ വെടിയുണ്ടകളെ തോൽപ്പിച്ച കലാകാരിയാണ്. ഭീരുക്കളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട അനുഭവമാണ് അവരുടെ ചരിത്രം. ശ്രീമതി KR മീര കൽബുർഗി വെടിയേറ്റ് വീണ ഘട്ടത്തിൽ പോലും ഭഗവാന്റെ മരണം പോലെയുള്ള കരുത്തുറ്റ കൃതികൾക്ക് ജന്മം നൽകിയ എഴുത്തുകാരിയാണ്. ഹരിത സാവിത്രിയും തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നിർഭയം ആ ഘട്ടത്തിൽ തന്നെ തുറന്നു പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ പരിശോധിക്കേണ്ടത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് നിശബ്ദമായി നേരിടേണ്ടതാണോ എന്നതാണ്. ഈ ഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തുള്ള മറ്റു ചിലർ ഈ ആക്രമണത്തെ ശക്തിപ്പെടുത്തും വിധം വലതുപക്ഷത്തിന് അനുകൂലമായ അഭിപ്രായ പ്രകടനങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. എഴുത്തുകാർ കക്ഷി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കരുത് എന്ന സിദ്ധാന്തമൊക്കെ അവർ അവതരിപ്പിച്ചു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂരിൽ തന്നെ വന്നു. മറ്റൊരാൾ റോഡ് ഷോയിലും പങ്കെടുത്തു. പക്ഷേ അവർക്കൊന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ല. അവരെയൊന്നും ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നിലപാടുകൾ ഓരോരുത്തരുടെയും ബോധ്യങ്ങളാണ് ആവണം. UDFനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ സ്വാഭാവികമായും ആ നിലപാട് സ്വീകരിക്കുന്നതിന് കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ എല്ലാവരും ഞങ്ങളുടെ പാത പിന്തുടരണം എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. അഥവാ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് വലതുപക്ഷത്തെ ആവണം. ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെറി വിളിച്ച് കണ്ണുപൊട്ടിക്കും, അശ്ലീലം പറയും, ആക്ഷേപിക്കും, നിരന്തരം ആക്രമിക്കും എന്നതാണ് നില. ഇത് നിശബ്ദമായാണ് ചിലർ ഈ കാര്യങ്ങൾക്കൊക്കെ സാക്ഷികളാവുന്നത്. ഏതെങ്കിലും ഇടതുവിരുദ്ധർക്കെതിരെ ന്യായമായൊരു വിമർശനമെങ്കിലും ആരെങ്കിലും ഉയർത്തിയാൽ അപ്പോൾ സൈബർ ആക്രമണമെന്നും ഉറവിളി കൂട്ടുന്നവരെയൊന്നും ഇവിടെ നാം കാണുന്നില്ല. 90 വയസ്സായ ഐഷാത്ത ഉൾപ്പെടെ വലതുപക്ഷത്തിൻ്റെ സംസ്കാരരഹിതമായ ആക്രമണത്തിന് വിധേയമാകുമ്പോഴും നമ്മുടെ നാട്ടിൽ ഏറെ പേർ നിശബ്ദമായിരുന്ന് കാഴ്ചക്കാരുടെ റോളിൽ ഇരിക്കുകയാണ്. നിലപാട് പറയേണ്ടവർ, അഭിപ്രായം പറയേണ്ടവർ നിശബ്ദത പാലിച്ചുകൊണ്ട് സ്വയം അടയാളപ്പെടുത്തുന്നുണ്ട്. ഏതൊരാൾക്കും നിർഭയം നിലപാടുകൾ പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ
ജനാധിപത്യം അർത്ഥപൂർണമാവുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ സംഘടിതമായ ഒരാക്രമണമാണ് ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്ക് നേരെ ഉണ്ടാവുന്നത്. അതിൻ്റെ അടുത്ത ഒരു ഘട്ടം അവർ പിന്തുണച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെയും ആക്രമിക്കുക വ്യക്തിപരമായി തന്നെ എന്നതാണ്. തിരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ അത് ആരംഭിച്ചു. അതിൻ്റെ മുഖ്യ ഭാവം പരിഹാസമാണ്. പരിഹാസം, അധിക്ഷേപം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ വലതുപക്ഷത്തിൻ്റെ ആക്രമണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ മറുപടി അർഹിക്കുന്നുണ്ടോ എന്നതൊരു പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെയും ആക്രമണങ്ങളെയും വലിയ ഗൗരവത്തോടു കൂടി കാണുന്ന നിലയല്ല നിലവിലുള്ളത്. എന്നാൽ ഇത് ഏതാനും ചിലരിൽ നിന്നും ഏറ്റുവാങ്ങി ജമായത്തിൻ്റെ ചാനൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഏറ്റുവാങ്ങി പ്രചരിപ്പിക്കുന്നതിലേക്കും എത്തിയിരിക്കുകയാണ്. ഇത്തരം ഘട്ടത്തിലാണ് ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് ഞാൻ കരുതുന്നത്. ഈ ആക്രമണങ്ങൾക്ക്, ഈ അധിക്ഷേപങ്ങൾക്ക്, ഈ നിരന്തര പരിഹാസത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾ ഒരു മാധ്യമ പ്രവർത്തകനാണത്രേ. അദ്ദേഹം ആ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേക അസൈൻമെൻ്റായി ഏറ്റെടുത്തിട്ടുള്ളതാണോ ഈ കാര്യം എന്നറിയില്ല. സത്യത്തിൽ ഇതൊന്നും മറുപടി അർഹിക്കുന്നതുമല്ല. കാരണം ഇനി പിണറായി അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന ദിവസമേ കേരളത്തിൽ കാലുകുത്തൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണത്രേ ഇദ്ദേഹം. പറഞ്ഞ വാക്കിന് വല്ല വിലയും കൽപ്പിക്കുന്നയാളാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ടാവില്ല. പിണറായി ഇറങ്ങുന്ന ദിവസവും കാത്ത് ഇരിക്കുകയായിരിക്കും. വർഷങ്ങളായി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അദ്ദേഹം പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്നയാളാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ അധിക്ഷേപ യജ്ഞം ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഓരോന്നായി തെറി വിളിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് അദ്ദേഹം തയ്യാറാക്കി കൊടുക്കുകയാണ്. അതിനെല്ലാം മറുപടി പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാട് കാര്യങ്ങളെ ശരിയായി തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയവുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം എന്നാണ് തോന്നുന്നത്. ഒന്ന്, വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഗോഡ്സെയും ദേവദാസ് ഗാന്ധിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നതായി ഞാൻ പരാമർശിക്കുന്നു. അത് പ്രസംഗത്തിൽ പരാമർശിച്ചതോടെ അന്നൊന്നുമില്ലാത്തൊരു വിവാദം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ നടന്നിട്ടില്ലെന്നും അതിന് തെളിവുകളില്ലെന്നും ഏതോ ഒരു നാടകത്തിലോ മറ്റോ ഇങ്ങനെയുള്ളത് കണ്ടിട്ടാണ് ഞാനിത് പറയുന്നത് എന്നുമാണ് ഇക്കൂട്ടർ ആക്ഷേപിക്കുന്നത്. സത്യത്തിൽ ആ പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം എന്താണ് ആ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം. എനിക്ക് തോന്നുന്നു 3-4 വർഷം മുൻപുള്ള ഒരു പ്രസംഗമാണത്. ആ ഘട്ടത്തിൽ കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമങ്ങൾ ഗാന്ധി ഘാതകൻ ആര് എന്നുപോലും പറയാൻ മടിക്കുന്ന ഒരു ഘട്ടമാണ്. ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു, നിശബ്ദത പാലിക്കുകയാണ്. ഗാന്ധിജിയെ ആര് കൊന്നു, അവിടെയും മൗനമാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഗാന്ധിജിയെ ആര് കൊന്നു എന്നും എന്തിനു കൊന്നു എന്നും വിശദീകരിക്കുക എന്നതാണ് ആ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം.